നമസ്കാരം. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് 4.5 വർഷത്തിന് ശേഷം അത് പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ മാത്രമല്ല, അതുണ്ടാവുന്നതിൽ തന്നെ നിർണായകമായ സംഭാവന നൽകിയ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടനയുടെ പ്രവർത്തകയും അംഗവും പ്രശസ്ത അഭിനേത്രിയുമായ പാർവതി തിരുവോത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഹലോ പാർവതി, താങ്ക്സ് ഫോർ ജോയിനിങ് us. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. WCCയുടെ ഒരു ഉജ്ജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് നിൽക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഒരു വിജയത്തിൻ്റെ സംതൃപ്തി നിങ്ങൾക്കുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിലൊരു ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. കളക്റ്റീവിൽ നമ്മളെല്ലാവരും അന്യോന്യം സംസാരിക്കുമ്പോഴും സന്തോഷമുണ്ടെങ്കിലും നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നതിൻ്റെ വിഷമം അതിൻ്റെ ഇല്ലായികയില്ല. അതിലൂടെ നമ്മൾ കടന്നു പോയ സമയത്തുണ്ടായിരുന്ന ട്രോളിങ്ങും അതിൻ്റെ അറ്റാക്കും അതിൻ്റെ വേദന എന്തായാലും ഉണ്ട്, അവിടെയുണ്ട്. പക്ഷേ ഇതൊരു ആദ്യത്തെ നല്ലൊരു തുടക്കം തന്നെയാണ്, ഒരു വലിയൊരു സ്റ്റെപ്പ് അഹെഡ് ആണെന്നുള്ള വിശ്വാസവും. അത് അങ്ങനെ ആലോചിക്കുമ്പോൾ WCC മാത്രമല്ല, WCCൻ്റെ കൂടെ ആലൈസ് ആയിട്ട് നിന്നിട്ടുള്ള പബ്ലിക് ഒരുപാട് പേരുണ്ട്, മീഡിയ ഉണ്ട്. അവസാനത്തെ ആ ഒരു പുഷും എല്ലാം ലഭിച്ചത് അതുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് 4.5 years. അപ്പം അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കളക്റ്റീവ് ഇപ്പോഴും. പക്ഷേ എന്തായാലും ഒരു വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് പുറത്തു വന്നതിലൂടെ യഥാർത്ഥത്തിൽ പലരും പല തരത്തിലുള്ള ചർച്ചകളും അതിന്മേൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിനാകെ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ്. അതിലുപരിയായിട്ട് ഇപ്പോൾ WCC പ്രതീക്ഷിക്കുന്ന മറ്റെന്തെങ്കിലും ഗുണം ഇതിനുണ്ടോ? കാരണം ഇത് പുറത്തു വന്നു, ആളുകൾ അറിയുന്നു, ആ നിലയ്ക്ക് ആളുകളുടെ ഒരു മാനസികാവസ്ഥയിൽ ഇതുണ്ടാകും, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മളെല്ലാവരും തന്നെ കുറച്ചുകൂടി അവെയർ ആയിരിക്കും എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം ഇത് പുറത്തു വന്നതിലൂടെ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ WCC ഇത് ആദ്യമായിട്ട് 2017 ചീഫ് മിനിസ്റ്ററിനെ കാണാൻ പോകുമ്പോഴും അത് കഴിഞ്ഞ് ഇത്തരം ഒരു ഹേമ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കപ്പെടുകയാണെന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് നമുക്ക്. നമ്മൾ ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ നിന്നും അതിൽ നിന്നൊരു റിപ്പോർട്ട് വരുന്നതിൽ നിന്നും നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് വർക്ക് പ്ലേസ് സേഫ് ആക്കാനും വർക്ക് പ്ലേസസിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ടുവരിക, എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ളതിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ആസ്ക് വെച്ചതും ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. ആദ്യം തന്നെ അതാണ് നമ്മൾ പറയേണ്ടത്. ഇത് പബ്ലിക്കിന് ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരുപാട് അവെയർനെസ് വന്നിട്ടുണ്ട്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആക്ച്വൽ ഉദ്ദേശം ഓഫ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിങ് ഔട്ട് ഇസ് സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ്, സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുക ഇന്നതൊക്കെയാണ് ഇത്രയും കാലമായിട്ട് ഒരു പരിഹാരവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതിന് വളരെ പ്രോപ്പറായിട്ടും സിസ്റ്റമിക് ആയിട്ടുള്ള ലീഗൽ സെറ്റപ്സ് ആൻഡ് സിസ്റ്റംസ് ഇൻ പ്ലേസ് കൊണ്ടുവരണം. അത് ഗവൺമെൻറ് വഴി തന്നെ കൊണ്ടുവരണം. അത് ആ ഒരു പ്രൊട്ടക്ഷൻ ഒരു തൊഴിലിടത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും കിട്ടേണ്ടതാണ്, അത് അവരുടെ അവകാശമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ ആദ്യമായിട്ട് അതാണ് ഫസ്റ്റ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുള്ളത്. കാര്യം ഇതിലുള്ള പല കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ആദ്യം രൂപീകരിക്കപ്പെട്ടത് തന്നെ എന്നുള്ളതിൽ അത് മറക്കാതിരിക്കുക ആദ്യം. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. കാര്യം നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാനുള്ളൊരു വഴി ആദ്യം ആ ഒരു വാതിൽ തുറന്നു കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു പബ്ലിക് സ്പേസിലുള്ള ഒരു വർക്ക് സ്പേസ് ആവുമ്പോഴും അതിനെപ്പറ്റി ഇപ്പം ഒരു ഹോസ്പിറ്റൽസിലുള്ള നേഴ്സസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ പബ്ലിക് ആയിട്ട് അറിയുമ്പം, ഞാൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാത്ത ആളാണ്, പക്ഷെ അത് അറിയുമ്പം
അവരോട് തോന്നുന്ന നമുക്കുണ്ടാവുന്ന സഹതാപം, എമ്പതി, അവർ അണ്ടർഗോ ചെയ്യുന്ന, അവർ സമരത്തിന് പോകുമ്പം അവരുടെ വിജയം, ഇതൊക്കെ നമ്മൾക്കും ഒരു വളമായിട്ട് കിട്ടുന്നുണ്ട്. അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. അത് എല്ലാ ഇൻഡസ്ട്രിയിലേക്കും അതിൻ്റെ ആ ഒരു ശക്തി പടരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിൽ സാമൂഹികമായിട്ടുള്ളൊരു വലിയ വാല്യൂ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ദെൻ പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പബ്ലിക്കിന് പൊതുവേ ഉള്ളൊരു താല്പര്യം എന്ന് പറയുന്നത് അത് കേവലമായി ആളുകളുടെ പേരറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമായിട്ട് കാണേണ്ടതില്ല. ഒരുപക്ഷെ കുറ്റകൃത്യം ചെയ്യുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുക എന്നതുകൂടി അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. ആ നിലയിൽ ഇപ്പോൾ ഇതിൽ പരാമർശിക്കപ്പെട്ട പലരുടെയും പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ആരാണത് ചെയ്തത്? ഇപ്പം ആരാണ് നടി താമസിക്കുന്ന റൂമിൻ്റെ വാതിലിൽ മുട്ടിയത്? അല്ലെങ്കിൽ ആരാണ് ഒരു ആലിംഗനത്തിൻ്റെ സീൻ 17 തവണ റിപ്പീറ്റ് ചെയ്ത് എടുപ്പിച്ചത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ടേക്കുകൾ എടുപ്പിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരണമെന്ന് സാധാരണക്കാരായ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ടാകാം. ആ ആഗ്രഹത്തിൽ ഒരു ന്യായമുണ്ട് എന്ന് WCC കരുതുന്നുണ്ടോ? പാർവതി കരുതുന്നുണ്ടോ? WCCക്ക് വേണ്ടിയും പാർവതി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളതാണ്, WCC ഈ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ, WCC ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പും പല ഇൻ്റർവ്യൂകളിലും നമ്മൾ അവിടെ ഇവിടെയും തൊട്ടും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ, അത് ഗോസിപ്പാണ്, അത് വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ എന്ന് പറഞ്ഞ് തള്ളിക്കളയലാണ് എപ്പോഴും നടന്നിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഇതിൽ ഡെപ്പോസിഷൻ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് അത് 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 സത്യമാണെന്നും അതൊരു ഗവൺമെൻറ് റിപ്പോർട്ടിൽ ശരിവെച്ചും വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് വിശ്വസിക്കുന്നു. അത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതല്ലേ, അതായത് സർവൈവേഴ്സ് എന്ന നിലയിൽ ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റക്കിൾ നമ്മൾ തരണം ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ബിലീവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ബിലീവ്, സർവൈവേഴ്സ് നീഡ് ടു ബി ബിലീവ്ഡ് ഫോർ ദം ടു ഹീൽ, ഫോർ ദം ടു ഫൈൻഡ് ജസ്റ്റിസ്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഫൈനലി ബീങ് ബിലീവ്ഡ്. അത് ഭയങ്കര വലിയൊരു ആഘാതം തന്നെ നമുക്ക് ഏൽപ്പിച്ച കാര്യമാണ്. വർഷങ്ങളായിട്ട്, എസ്പെഷ്യലി ഈ 4.5 വർഷത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള അബ്യൂസും ഡിസ്റെസ്പെക്റ്റും, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളില്ല. സ്ലട്ട് ഷേമിങ്, അതായത് എസ്പെഷ്യലി ലൈവ് ചാനൽസിലൊക്കെ വരുന്ന ആൾക്കാർ വന്ന് പറഞ്ഞു പോവുകയാണ്, ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു പോവുകയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കടന്നു പോയതിന് ശേഷം കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ് ഇവർ പറഞ്ഞത് സത്യം എന്ന് പറയുമ്പോൾ നമുക്ക് വി ഫീൽ ലൈക്ക് വി എക്സിസ്റ്റ്, നമ്മളുണ്ട് ഇവിടെ എന്നുള്ളതിനൊരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്, എന്തുകൊണ്ട് പേര് പറയുന്നില്ല, എന്തുകൊണ്ട് പെർപെട്രേറ്റേഴ്സിൻ്റെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ സർവൈവേഴ്സിൻ്റെ പേര് പറയുന്നില്ല? ഒരുപക്ഷെ ജനത ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അവരുടെ ഉദ്ദേശം ഒരു പക്ഷേ അത് ന്യായത്തിലേക്ക് എത്തണം, അത് ഒരു ജസ്റ്റിസിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കാരണമായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ആ ചോദ്യം ചോദിക്കുന്നത് മിസ്പ്ലേസ്ഡ് ആണെന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. കാര്യം ഫോക്കസ് അതിലേക്കല്ല ആദ്യം പോകേണ്ടത്. അത് നമ്മൾ ഇനിയും സംസാരിക്കേണ്ടത് ഗവൺമെൻറ്റും പോലീസും എന്താണ് ആ സ്പേസിലേക്ക് അവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെന്നും ഈ എവിഡൻസിന് അവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൽ ഒരു ജനത എന്ന നിലയിൽ ഞാനും നോക്കിക്കാണുന്ന ഒരു കാര്യം. പക്ഷേ നമ്മളുടെ ഫുൾ ഫോക്കസ് ഇതിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തുറന്ന് പറയാൻ, കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് പോയി പറയാൻ ഒരു കമ്മിറ്റി കിട്ടി എന്നുള്ളത് കാരണമാണ് ഇത്രയും സ്ത്രീകൾ അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇപ്പം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കേസുകളിൽ ഈ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. പേരുകൾ പുറത്തു വന്നാൽ ആദ്യം തന്നെ സർവൈവറിന് അഗേൻസ്റ്റ് ഡെഫമേഷൻ കേസ് വരും. പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മൾ ഓടണം, അതിൻ്റെ കാശ് നമ്മൾ ചിലവാക്കണം, ആ സമയത്ത് നമ്മൾ ബില്ലടയ്ക്കണം, ജോലിയും ചെയ്യണം. എന്നാൽ ജോലി ഒട്ടും തരുമില്ല, കാര്യം നമ്മളിപ്പം ഒബ്വിയസ്ലി വി ആർ കാസ്റ്റ് ഔട്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ പെർപെട്രേറ്റേഴ്സിൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പം എനിക്ക് ജെനുവിനായിട്ട് ചോദിക്കാനുള്ള കാര്യമാണ്. ഇതിന് മുമ്പ് ഏത് പെർപെട്രേറ്ററിന്റെ പേര് ഒരു സർവൈവർ പറഞ്ഞിട്ടാണ് ഇവിടെ നീതി ലഭിച്ചിട്ടുള്ളത്? എന്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ നമ്മളെ വിശ്വാസത്തിലെടുത്ത് അത് പറയൂ എന്ന് പറയുന്നത്? ഒരു കേസ് അങ്ങനെ പറയൂ നമ്മളോട്? ഇതിനു മുമ്പ് എത്രയോ കേസ് ഇന്ത്യയിൽ തന്നെ വേറെ പല ഏരിയയിൽ നോക്കുകയാണെങ്കിൽ പേര് പറഞ്ഞതിന് ശേഷം ഡെഫമേഷൻ കേസാണ് വന്നിട്ടുള്ളത്. പിന്നെ സർവൈവർ ആണ് എന്നുള്ളതിലുപരി അതിൻ്റെ പിന്നിൽ ഓടുകയാണ് നമ്മൾ.
എന്നാ പിന്നെ ആ സമയത്ത് അല്ല പാർവതി, അതിനകത്ത് ഇപ്പോൾ സർവൈവേഴ്സിന്റെ പേരുകൾ നമ്മൾ ഒരിക്കലും റിവീൽ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ കോൺഫിഡൻഷ്യാലിറ്റി അവർക്ക് സൂക്ഷിക്കാം. പക്ഷേ ആരാണ് ഇതൊക്കെ ചെയ്തത്? ഇപ്പോൾ സിനിമയിൽ 10-15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല പിന്നെ പലരും പല മെയിൽ മെമ്പേഴ്സും ഈ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ഈ സിനിമ എന്ന നിലയിൽ പല ഫേക്കായിട്ട് നടത്തുന്ന ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹേമ കമ്മിറ്റി പറയുന്നു അതല്ല, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ അതാരാണ് എന്ന് അറിയാൻ ഒരു സമൂഹത്തിന് അവകാശമില്ലേ പാർവതി? സമൂഹത്തിന്റെ അവകാശത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ആഗ്രഹവും അവർ ഇതിൽ നീതി കണ്ടെത്തണം എന്നുള്ള അവർ കാണിക്കുന്ന അവരുടെ ഉദ്ദേശത്തിനെയും ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ടോൺ ഡെഫ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിക്കുമുള്ള അവസ്ഥയെ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്ത് മെഷേഴ്സും അല്ലെങ്കിൽ എന്ത് സിസ്റ്റം ഇൻ പ്ലേസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്? ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് മെഷേഴ്സാണ് നമ്മൾ ഇവിടെ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേര്, അതായത് ഒന്നുമില്ലെങ്കിലും പ്രമോദ് സർ, നമ്മൾ ഒരാളുടെ പേര് ഒരാൾ പറഞ്ഞു അത് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ത്രീകളിലേക്ക് അത് they will trace it back to those people who have worked with that one person. ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് ഇതുപോലെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു കോർട്ട് റൂം നടത്തുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ഈ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേര് വേട്ടയാടപ്പെടുമെന്ന് ഉള്ളൊരു വിശ്വാസം, വേട്ടയാടപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ലെറ്റ് us do something. ഓക്കെ, ഇപ്പൊ ഇത്രയും റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പ്രമുഖരും ഇതിലുണ്ടെന്ന് പറയുന്നു, മാഫിയ ഉണ്ടെന്ന് പറയുന്നു, അല്ലാത്ത ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ഗവൺമെന്റും കൾച്ചറൽ മിനിസ്ട്രിയും ഈ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും, WCC അടക്കം ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് വന്നല്ലേ ഇതിനാദ്യം ഒരു ഇത് കണ്ട? അതോ പബ്ലിക് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സിലും ഒരു കോർട്ട് റൂം ഡ്രാമയിലുമാണോ നമ്മൾ ഇതിൽ ഉത്തരം കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. അത് ഒരു രീതിയിലും ഇത് ചോദിക്കുന്ന സമൂഹത്തിനെ താഴ്ത്തിക്കാണല്ല ഞാൻ ഇത് പറയുമ്പോൾ. ഞാൻ പറയുന്നത് യു ഓൾസോ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുമ്പോഴും വി ആർ ഓൾസോ സ്കെയർഡ്. വി ഓൾസോ ഹാവ് ടു പ്രൊട്ടക്ട് അവർ സെൽവ്സ്. കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം എനിക്ക് അടക്കം ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നെക്കാളും കൂടുതൽ എത്രയോ സഹിച്ചും ജോലിയും അവരുടെ ജീവിതവും നഷ്ടപ്പെട്ടിട്ടാണ്. ഈ ഒരു റിപ്പോർട്ടിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. So we have to be a little more mindful and sensitive about that. ആ നിലയ്ക്ക് പാർവതി, ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കോൺക്ലേവ് ഇതിനു വേണ്ടി നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു ഈ മേഖലയിൽപ്പെട്ട എല്ലാവരെയും തന്നെ വിളിച്ച് വീണ്ടും അവരെ ആ കോൺക്ലേവിൻ്റെ മുന്നിൽ കൊണ്ടുവരുത്തുക, എന്നിട്ട് അവരോട് തന്നെ ചോദിക്കുക ഏതാ ഈ പെർപെട്രേറ്റേഴ്സ് ആണെന്ന് നമ്മൾ സംശയിക്കുന്ന ആളുകളോട് തന്നെ വീണ്ടും അഭിപ്രായം ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനല്ലേ സാധ്യത എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ആദ്യം തന്നെ ഇപ്പം നമ്മൾ കളക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഈ റിപ്പോർട്ട് ഫുള്ളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എക്സാക്ട്ലി എന്താണ്, അത് എത്രത്തോളം ക്ലാരിറ്റിയിലാണ് ആ റെക്കമെൻഡേഷൻസ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ എപ്പോഴും നമ്മൾ കളക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് സർക്കാർ ഇതിലൊരു ഉത്തരം കണ്ടെത്താനുള്ള ഇൻറ്റൻഷൻ കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും കളക്റ്റീവ് കൂടെ നിന്നിട്ടുള്ളത്. അത് വരാത്തപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ. ആസ് എൻ അഡ്വക്കസി ഗ്രൂപ്പ് നമ്മൾ എപ്പോഴും അതാണ് ചെയ്തിട്ടുള്ളത്. കോൺക്ലേവിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കോൺക്ലേവ് എന്ന് പറയുമ്പം അതിനൊരു ഒരു വ്യക്തതയില്ല. എന്ത് കോൺക്ലേവാണ് ഉദ്ദേശിക്കുന്നത്? ആ കോൺക്ലേവിൻ്റെ അജണ്ട എന്താണ്? കോൺക്ലേവ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്താണ്? അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഉത്തരം എന്താണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പം സർവൈവേഴ്സും പെർപെട്രേറ്റേഴ്സും ഒരുമിച്ച് വരാവുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്ത് മെഷേഴ്സ് ആയിരിക്കും ഗവൺമെന്റ് കൊണ്ടുവരിക എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യമാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഇഫ് ദ ഗവൺമെന്റ് ഇസ് സെയിങ് കോൺക്ലേവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇൻവൈറ്റ് ചെയ്യുന്നത് മോർ ക്ലാരിറ്റി ഇൻ ദാറ്റ് ആണ്. യു കാൻ ജസ്റ്റ് സേ കോൺക്ലേവ്. ഇതിൽ നമ്മളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റും ഹോപ്പും എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന ആഴ്ചകളിൽ കാണുന്ന ഓരോ ആക്ഷൻ ഫ്രം ദ ഗവൺമെന്റ് will only make or break our confidence in the fact that ഈ റിപ്പോർട്ടിനെ മാനിക്കുന്നത് എത്രത്തോളം ആഴത്തിലാണെന്നുള്ളത്.
ഓരോ ആക്ഷനും എടുക്കുമ്പോൾ അതിനത്രയും വ്യാപകമായിട്ടും അത്രയും നുവാൻസ്ഡ് ആയിട്ടും നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. കാര്യം നമ്മളിതിൽ സംസാരിക്കുന്നത് ആൾക്കാരുടെ ജീവിതവും അവരുടെ തൊഴിലിനെയും പറ്റിയിട്ടാണ്. ഒരു തൊഴിലിടത്ത് അവർക്ക് കിട്ടേണ്ട അവകാശത്തിനെ പറ്റി മാത്രമാണ് നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ we have to wait for the government to give us more clarity, in my opinion. ഇപ്പോൾ പാർവതി തന്നെ പറഞ്ഞു എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നത് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിൽ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്രയും നാൾ ഈ 4.5 വർഷം ഇത് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഞങ്ങളത് കണ്ടില്ല വായിച്ചില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ മന്ത്രി ബാലൻ ഇത് വായിച്ചിരുന്നു അല്ലെങ്കിൽ ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് നിയമസഭയിൽ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് സർക്കാരിൽ നിന്ന് ഓരോ ഘട്ടത്തിലും വന്നിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലം അത് സർക്കാരിൻ്റെ കയ്യിലിരുന്നിട്ട് അതിനകത്ത് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നതായി അതിൻ്റെ ചില തെളിവുകൾ കൂടി ഹേമ കമ്മിറ്റി നൽകിയിരുന്നല്ലോ. ആ തെളിവുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ പുറത്തു വന്നതിൽ അതില്ലെങ്കിലും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ കാലയളവിൽ തന്നെ ഇത്രയും കാലം കൊണ്ട് തന്നെ ആക്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ? ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ് ഗവൺമെൻറ് ഇതിനെ നോക്കി കാണുന്ന രീതിയിൽ അവർ കുറച്ചും കൂടെ സെൽഫ് ക്രിട്ടിക്കലായിട്ട് നോക്കും ഇനിയെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം 4.5 വർഷം എന്ന് പറയുന്നത് നമ്മൾ പലവരുടെയും ജീവിതത്തിൽ 4.5 വർഷം നമ്മളുടെ ജീവിതമാണ് അതിൽ പോയിരിക്കുന്നത്. നമ്മൾ വിശ്വാസം ഏൽപ്പിച്ചിട്ട് ഇൻ പവർ വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണ്. വളരെ അവരുടെ തന്നെ എത്തിക്സിന് എതിരെയായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഒരു തൊഴിലിടത്ത് ഒരിക്കലും നടക്കാൻ പാടാത്ത ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള പവർ സ്ട്രക്ചർ ഉണ്ടാവും, അത് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അവർ തന്നെ കേസ് കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പം അതൊരു വല്ലാത്ത അബാൻഡനിങ് ഓഫ് യുവർ സിറ്റിസൻസ് ആണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരുപാട് സങ്കടം വരുന്നുണ്ട്. പിന്നെ മാത്രമെന്ന് വെച്ചാൽ ഈ 4.5 വർഷത്തിൽ ഇതിന് മുമ്പ് ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരു വളരെയധികം ഒരു ക്വിക്ക് സാൻഡ് പോലെയാണ്. അതിലങ്ങ് നമ്മൾ ആഴ്ന്നു പോവുകയുള്ളൂ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എത്ര പേരുടെ ജീവിതം മെച്ചപ്പെട്ടേനെ, എത്ര പേർക്ക് ജോലി കിട്ടിയേനെ, എത്ര പേർക്കെതിരെ ഇത്തരം സെക്ഷൽ ഹറാസ്മെൻറ്റ് വരാതിരുന്നേനെ. ഈ ഒരു ഫോക്കസിൽ സ്ത്രീകളുടെ സുരക്ഷ വളരെ മുൻകൂട്ടി കാണുന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് അത് പറയുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഡൺ ഇറ്റ് ബിഫോർ. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അറ്റ്ലീസ്റ്റ് നൗ ഇത്തരം ഊഹാപോഹങ്ങളും ഡിസ്കഷൻസും അറ്റ്ലീസ്റ്റ് കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ടു യുവർ ഓൺ വാല്യൂസ് പറയാതെ കാര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ വാട്ട് ആർ മിനിസ്റ്റേഴ്സ് ഹാവ് ബീൻ സെയിങ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ വിമൻ/ഗേൾസ് എന്ന നിലയിലാണ് പല കാര്യങ്ങളും വിറ്റ്നസസിനെ കുറിച്ച് പറയുമ്പോൾ ഹേമ കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗേൾസ് എന്നുള്ള ആ വാക്കുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പോക്സോ നിയമപ്രകാരം ശിക്ഷ കിട്ടാവുന്നത് അല്ലെങ്കിൽ ആ നിലയിൽ വിചാരണ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടാവുന്നുണ്ട്. WCCക്ക് അങ്ങനെ സംശയമുണ്ടോ? വൺസ് അഗൈൻ ഐ വോണ്ട് ടു സേ കളക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സെൻറ്റൻസും ഓരോ ലൈനും ഓരോ പാരഗ്രാഫും വളരെ ഒട്ടും ലാഘവത്തോടെയല്ല നമ്മളിതിനെ കാണുന്നത്. ഇഫ് ദ കമ്മിറ്റി ഹാസ് യൂസ്ഡ് ഒരു വാക്കിന് പകരം വേറൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ, ആസ് പാർവതി, നോട്ട് സ്പീക്കിംഗ് ഫോർ ദ കളക്റ്റീവ്, ഐ വിൽ സേ ഈ ഒരു ചോദ്യം ഈ ഹേമ കമ്മീഷനിൽ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ വേർഡ് വന്നിരിക്കുന്നത് രാഘവത്തോടെ എഴുതി പോയതാണെങ്കിൽ അതങ്ങനെ ആവാം. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന് അതേ രീതിയിൽ തന്നെ പോലീസും ഗവൺമെൻറ്റും അത് നോക്കിക്കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു WCC പോലും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് വെട്ടി തുറന്ന് പറഞ്ഞ ആളാണ്, ഒരു അഭിനേത്രിയാണ് പാർവതി. അന്നത്തെ ആ കാലത്തിന് ശേഷം അല്ലെങ്കിൽ പോട്ടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് ഇടയാക്കി ഈ മൊഴികളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്ന ആ സമയം, അതായത് 2017-18 കാലഘട്ടം, 2018 എന്ന് പറയാം, ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാർവതി പറയുക? ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? അതോ പുതിയ ഒരു തലമുറ കൂടി സിനിമയിലേക്ക് വരുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. ഒരു പുതിയ തലമുറയുടെ എൻട്രി ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് മാറ്റങ്ങൾക്ക്
മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ 2017 വിമൻ ഇൻ സിനിമ കളക്റ്റീവ് തുടങ്ങിയതിൽ നിന്ന് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടീം, ഓരോരോ ഫിലിം മേക്കേഴ്സിൻ്റെ ടീമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാൻ വളരെയധികം മാറ്റങ്ങൾ അവരുടെ പ്രാക്ടീസസിൽ കാണുന്നുണ്ട്. ഉം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ കാണുന്നുണ്ട്. അത് അവരുടെ വർക്ക് പ്ലേസിനെ വീക്ഷിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. അവര് ഇനി ഇനി പഴയ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത് എന്നുള്ള അവരുടെ ഒരു ദൃഢനിശ്ചയം ഞാൻ അവരുടെ ഓരോരോ ഇന്റൻഷനിലും, അവർ ചെയ്യുന്ന സിനിമകളിലും, സിനിമയുടെ കഥകളിലും, സ്ക്രീൻ പ്ലേയിലും, അവരുടെ സെറ്റ് അവരെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിലും കാണുന്നുണ്ട്. അമ്മ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഈവൻ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള മെന്റാലിറ്റി എന്ന് പറയുന്നത് ഈവൻ നോട്ട് ജസ്റ്റ് ഇൻ ദ ന്യൂ കമേഴ്സ്, ഈവൻ ഇതിന് മുമ്പുള്ള സീനിയേഴ്സിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഓപ്പൺ കോൺവെർസേഷൻസും ഡിസ്കഷൻസും മാറ്റങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഇപ്പോഴും മാറ്റി വെക്കുന്നത് അത് ഇല്ലാന്ന് പറയുകയല്ല, പക്ഷെ ഇതിന്റെ കോറിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ മാറിയാലേ ഇതിനൊരു വ്യാപ്തി ലഭിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലേ പലവർക്കും, അതായത് ഇപ്പം ഞാൻ ബെനിഫിറ്റ് ചെയ്യുന്ന പോലെയല്ല വേറെ പല ആക്ടേഴ്സും ബെനിഫിറ്റ് ചെയ്യുന്നത്. അവർ പലവരും നിൽക്കുന്നത് സപ്പോർട്ടിംഗ് കാസ്റ്റ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജൂനിയർ ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ ഡാൻസേഴ്സ് ഉണ്ട്, പാസിങ്ങിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും ചേർത്ത് നിന്നിട്ടുള്ള മാറ്റങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റമിക് സംഭവം വന്നേ പറ്റൂ. വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലാതെയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഡിസ്കഷനിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. ഇനിയും പോകെ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് അത് മാറ്റണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ ഹാരാസ്മെന്റിനെ സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് തന്നെ വിളിക്കുക എന്നുള്ളതിലേക്ക് ഇപ്പം ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് ദാറ്റ് ഫ്രം നൗ ഓൺ, സെയിങ് ദാറ്റ് സെക്ഷൽ ഹാരാസ്മെന്റ് ആണ്. സെക്ഷൽ ഫേവേഴ്സ്, ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് തന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് പറയുന്നത് ഹാരാസ്മെന്റ് ആണ്, അസോൾട്ട് ആണ്, അബ്യൂസ് ആണ്. അതിനെ അങ്ങനെ തന്നെ വിളിക്കണം. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യമാണ്. ഇതിനെ കുറച്ചൊന്ന് മയപ്പെടുത്തുന്ന ഒരു വാക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ എംബോൾഡൻഡ് ആവുകയാണ് സർ നമ്മൾ. കാര്യം തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ അതിനിടയിൽ ചോദിച്ചോട്ടെ പാർവതി. അത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞു, പക്ഷെ അത് കുറഞ്ഞു പോയത് കൊണ്ടാണോ, കുറച്ചുകൂടി മയപ്പെട്ടു പോയത് കൊണ്ടാണോ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നത്, അല്ല അത് കടുത്തു പോയത് കൊണ്ടാണോ? അല്ല, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് മയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മയപ്പെടുത്താണ്. അല്ല, ഹേമ കമ്മിറ്റി ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവണതയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വന്നൊരു സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഭാഷകൾ മാധ്യമങ്ങളിലും നമ്മൾ അല്ലാതെയും ഡിസ്കസ് ചെയ്യുമ്പോഴും ജീവിതത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഭാഷകളുണ്ട്. അതൊക്കെ നമ്മുടെ റേപ്പ് കൾച്ചറിനെയും സെക്ഷൽ ഹാരാസ്മെന്റിനെ ഓക്കെ ആക്കുന്ന, ആ ഇമ്പ്യൂണിറ്റി കൊടുക്കുന്ന കൾച്ചറിനെയും നോർമലൈസ് ചെയ്യുന്ന വാക്കുകളുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഞാനൊരു നടി എന്ന നിലയിൽ മാത്രമല്ല, താങ്കളൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും ഏത് സ്പേസിൽ നിൽക്കുമ്പോഴും ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇത്തരം ചെറിയ ചെറിയ എഫേർട്സ്, ഈ ചെറിയ എഫേർട്സ് വലിയ എഫേർട്സ് ആണ്. അതിൽ നിന്ന് നമ്മളുടെ ഒരു കളക്റ്റീവ് ചേഞ്ച് വരുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് സർ. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺസ് ഐ തോട്ട് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു സീ ഇറ്റ്. ഇപ്പോൾ ICC ചില സെറ്റുകളിലൊക്കെ നടപ്പിലാണ്, മറ്റിടത്ത് ചില സ്ഥലങ്ങളിൽ അതില്ല. എന്തായാലും അതും ഒരു കളക്റ്റീവിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി സമ്പാദിക്കാൻ കഴിഞ്ഞ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ ICC മാത്രം പോരാ, ICCയെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇവർക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഒരു ട്രിബ്യൂണൽ പോലൊരു ബോഡി ഉണ്ടാവുക, അതാണ് കുറെ കൂടി സ്വീകാര്യമായത് എന്ന നിലയിലാണ് ഹേമ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തോടെ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? സി വാട്ട് വി തിങ്ക് ഇസ്, ഒരു ട്രിബ്യൂണൽ എന്ന് പറയുമ്പോഴും നേരത്തെ കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് എന്താണ് ട്രിബ്യൂണലിൽ ഒരു ICയിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത്. പോഷ് ലോസ് പ്രകാരം IC എന്നുള്ളൊരു ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസറിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഇൻ പ്ലേസ് ആയിട്ടുള്ളത്. ഒരു ICയിൽ വരുന്ന ആൾക്കാരിൽ ഈ 3 പേര് അതിനെ IC ഹെഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് നോക്കുമ്പോഴും ഏറ്റവും സേഫസ്റ്റ് രീതിയിൽ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓൾറെഡി ഇൻ പ്ലേസ്, ലീഗലി ഓൾറെഡി ഇൻ പ്ലേസ് ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത്. അത് പോരാ, അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണൽ അതിനും കരുത്തുറ്റ ഒരു ഫോർമേഷൻ, ഒരു റിഡ്രസൽ സെല്ലായി മാറട്ടെ എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പോഴും അതെല്ലാം അതിന്റെ ഫൈൻ ലൈൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി
ഏത് രീതിയിലാണ് കരുത്ത് ആക്കുന്നത്. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അതിനെ കാണുന്നത് ഒരുപാട് ഹോപ്പോടെയാണ്. പക്ഷേ ഇനി നമുക്ക് വേണ്ടത് ആക്ച്വൽ ആക്ഷൻസ് ആണ് സർ. വി ഡോണ്ട് നീഡ് എനി മോർ ഓഫ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും വേണേ ചെയ്യാം, അങ്ങനെയും വേണേ ചെയ്യാം. വി ഡോണ്ട് ഹാവ് ദ ടൈം. വി ഹാവ് ലോസ്റ്റ് ലൈവ്സ്, വി ഹാവ് ലോസ്റ്റ് പീപ്പിൾ, വി ഹാവ് ലോസ്റ്റ് ആർട്ടിസ്റ്റ്സ്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇതിനു മുമ്പും താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഭാഗമായിട്ട് പറയണം എന്നുള്ളതാണ്. പലവരും ചോദിക്കുന്നതാണ്, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് ഈ ജോലിയിൽ നിൽക്കുന്നത്, ഇത് വിട്ട് പോയിക്കൂടെ എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ആണിനോ പെണ്ണിനോ ഏത് ജെൻഡറിലുള്ള ആളിനോ നിൽക്കാനുള്ള അവകാശമുണ്ട്. അത് എല്ലാവരുടെയും അവകാശമാണ്. അത് വേറൊരാൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, വേറൊരു സെക്ഷൻ, ഒരു കമ്മ്യൂണിറ്റി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ നിന്ന് പോകൂ എന്നുള്ളതാവരുത്. അതെൻ്റെ ഒരു massive request ആണ് to everybody who is watching, who is suggesting this as a solution. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് മാറണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തിരിച്ചു ചോദിക്കുന്നത്. ഒരു ടെക്നീഷ്യൻ ആയിട്ട് വരുമ്പോൾ, ഒരു സ്ത്രീ ഒരു ടെക്നീഷ്യൻ ആയിട്ട്, ഒരു ഡയറക്ടറായിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, ലൈറ്റ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യാൻ വരും, ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യും. അവർ കൊണ്ടുവരുന്നത് അവരുടെ ആർട്ടിസ്ട്രിയും അവരുടെ ഹാർഡ് വർക്കുമാണ്. അവർ ഒരുപാട് സ്കിൽസ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷേ ചില പേർക്ക് അവരുടെ പവർ യൂസ് ചെയ്യാം എന്ന് വളരെ ഫ്രീ ആയിട്ടും അവർക്ക് ഒരു കോൺസിക്വൻസും ഇല്ലാതെ അവർ ഇത്രയും കാലം ചെയ്തു വന്നതുകൊണ്ട് നമ്മൾ ചുരുങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിനെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതേണ്ടതാണ്. അത് നോട്ട് ജസ്റ്റ് ഹിയർ, അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, ബി ഇറ്റ് ഡോക്ടേഴ്സ്, ബി ഇറ്റ് ലോയേഴ്സ്, ബി ഇറ്റ് എനിവെയർ ദാറ്റ് ഇസ്, അവിടെ എല്ലാം ഈ മാറ്റങ്ങൾ വരേണ്ടതാണ്. പക്ഷെ ഒബ്വിയസ്ലി ഐ കൻ ഓൺലി സ്പീക്ക് ഫോർ മൈ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ ചോദിക്കട്ടെ, WCCയുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, ശരിയല്ലേ? പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല സർ. അതൊരു നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത്, പോരാട്ടം, ഒരു സ്ഥലത്ത് ഒരു പോരാട്ടം കാണുമ്പോൾ അത് എപ്പോഴും നമ്മൾ അതിനെ ഒരു നല്ല രീതിയിലാണ് കാണേണ്ടത്. പോരാട്ടങ്ങൾ ഇല്ലാത്തടത്താണ് നമ്മൾ ആക്ച്വലി വറീഡ് ആവേണ്ടത്. മെനി താങ്ക്സ് പാർവതി ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.